ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ലിയ മോൾക്കും കുഞ്ഞുട്ടനും ചായ കൊടുത്ത് ഒരു സ്കൂളിലേക്ക് പോകാനുള്ള ധൃതിയിലാണ്. ഇന്ന് പൂരിയും ഇഷ്ടുക്കറി അല്ലേ, ഗ്രീൻ പീസാണ് ഇന്ന്. അപ്പോൾ ഇവർ രണ്ടാളും കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇതാ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ. അങ്ങനെ രണ്ടാളും ഇതാ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ, ഇനിയിപ്പോൾ വേറെ ജോലികളൊന്നും കഴിഞ്ഞിട്ടില്ല, എല്ലാം തിരക്കിലാണ്. ഭൂരി ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. മരുമോൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് മരുമോൾ ഭൂരി ചുട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ലിയ മോൾക്ക് വിശേഷം എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് എക്സാമാണ്. ഇന്നലെ ടീച്ചർ എന്താണ് USSന്റെ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പോയത്. കുഞ്ഞുട്ടൻ്റെ വിശേഷം പറയൂ. കുഞ്ഞുട്ടൻ പറയൂ വിശേഷം. ഇന്ന് പരീക്ഷ അല്ലേ? പരീക്ഷ എന്താ വിഷയം, ഏതാണ് സബ്ജക്റ്റ്? മാത്സ്. പഠിച്ചില്ലേ നല്ലോണം? ഇനി നാളെയാണ് ഞങ്ങൾ ശരിയായ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അവർക്ക് രണ്ടാൾക്കും പഠിപ്പായതുകൊണ്ട് ഇപ്പോൾ വീഡിയോ ഒക്കെ കുറവാണ്. ഇനി നാളെ ഞങ്ങൾ സ്കൂളില്ലാത്ത സമയത്ത് വീഡിയോ ഒക്കെ ഇടും. ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ കഴിയില്ല. വീഡിയോ എടുത്തു തരാൻ ഒരാൾ വേണം, എന്നാലേ ഇത് ഇടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ അടി തലിയൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നൊക്കെയാണ് വിശേഷങ്ങൾ. ചായ ആരും കഴിച്ചിട്ടില്ല. കുട്ടികൾക്ക് ആദ്യം കൊടുത്തിട്ട് കുട്ടികൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എളുപ്പത്തിന് പൂരിയാണ് ഉണ്ടാക്കിയത്. പൂരിയും ഇഷ്ടക്കറി ഉണ്ടാക്കി. ഗ്രീൻ പീസ് കൊണ്ട് ഒരു കറി ഉണ്ടാക്കി. ഓൾക്ക് ഇഷ്ടം ഇതാണ്, ഗ്രീൻ പീസിൻ്റെ കറി ഓൾക്ക് നല്ല ഇഷ്ടമാണ്. ഇനി പൂരി കഴിക്കണ്ടേ? ഒന്നും കൂടി ഇട്ട് കഴിക്കേ. ഒരു 2 എണ്ണം കഴിച്ചാൽ ഓൾക്ക് പപ്പളിക്ക് മടുത്ത്. ഭക്ഷണം കഴിക്കലൊക്കെ കുറച്ച് കുറവാണ് അല്ലേ കുഞ്ഞുട്ടാ? അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. പിന്നെ അച്ചച്ചൻ കുളിക്കാൻ പോയിട്ടേ ഉള്ളൂ. പിന്നെ അച്ഛനിന്ന് പണിക്ക് പോകണ്ടേ, ജോലിക്ക് പോകണ്ടേ? പോകണം. അതിന്ന് മാമൻ്റെ വീട്ടിലാണ്, വീട് പണിയിലാണ് ലിയമോള അച്ഛനിന്ന്. ഒരു ഞായറാഴ്ച അങ്ങോട്ട് മാമൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ തന്നെ വിശേഷം. പിന്നെ ഒരു മരുമോൾ ഇവിടെ ഇല്ല, പ്രഗ്നൻ്റായിട്ട് അവളെ വീട്ടിലാണ്, റെസ്റ്റിലാണ്. ഇന്നലെ പോയി ഡോക്ടറെ കാണിക്കാൻ പോയി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, സ്കാൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് ഒരു കുഴപ്പവുമില്ല. പിന്നെ ഇവിടെ അടിച്ച് തളിച്ച് കൊടുത്തിട്ടില്ല. അച്ചച്ചൻ വരുമ്പോഴേക്ക് ഇവിടെ അടിച്ച് തളിച്ച് സ്വാമിക്ക് വിളക്ക് വെക്കേണ്ടി വരും. അതിനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. ഇങ്ങനെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് മക്കൾക്ക് വീഡിയോ ഇടണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇട്ടതാണ്. കുഞ്ഞുട്ടനും ലീയും പോയി കഴിഞ്ഞാൽ അവിടെ വീഡിയോ എടുക്കാൻ ആരുമില്ല. അങ്ങനെ ഇതൊക്കെ തന്നെ പിന്നെ പ്രണവിനൊന്ന് പോണ്ടേ? പ്രണവേ പോണ്ടേ? പ്രണവിന് ജോലിക്ക് പോകണം. ലിയമോളെ ഇതാ പോണ്. ബസ് വരാനായോ സമയം? ഇതിൻ്റെ മെയിൻ ആൾ ലിയാണ്. ഞാനവളെ കുഞ്ഞിലേന്നാണ് വിളിക്കൽ. പക്ഷേക്ക് ലിയ എന്ന് പറയും, ഇതിൽ വീഡിയോയിൽ പറയുമ്പോൾ ഞാൻ അങ്ങനെ പറയാണ്, കുഞ്ഞിലേന്നാണ് ഞാൻ വിളിക്കൽ.
നീ നാളെ വീഡിയോ ഇടാമെന്ന് പറയേ ഇയ്യ നാളെ ഞാൻ ഒഴിവുകൊണ്ട് ലീവ് വീഡിയോ ഇടാമെന്ന് പറയേ. നമ്മൾ നാളെ വീഡിയോ ഇടുന്ന ശനിയാഴ്ച പിന്നെ ബസ് വരുന്നുണ്ട്, വേഗം വാ കുഞ്ഞിട്ടാ. ഓളെ കൂടെ പോണില്ലേ? സാധാരണ ഞങ്ങൾ പോണ സമയം 9:30 ആകുമ്പോഴേക്കും ബസ് പോയിട്ടോ. അപ്പൊ പിന്നെ ആ കുഞ്ഞൂട്ടൻ അങ്ങോട്ടേ പോയി. ബ്രൂണോ എന്നെന്താ അറിഞ്ഞിട്ടില്ലേ? കുഞ്ഞുട്ടാ ഒരു ഹായ് പറയ്. ആ കുഞ്ഞുട്ടൻ്റെ കൂട്ടുകാരൊക്കെ അതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാ ബസ് വരും, വേഗം പോര്. ബ്രൂണോൻ്റെ അടുത്തുനിന്ന് വേഗം പോര്. ഒരു ബ്രൂണോനോട് പറയാൻ പോയതാണ് സ്കൂളിൽ പോണത്. ആ ഹായ് പറയൂ. ആ എനിക്ക് ജോലികളുണ്ട്, ഒരു സ്കൂളിലേക്ക് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ജോലികളൊക്കെ നോക്കട്ടെ. എനിക്ക് അടിക്കാനും തളിക്കാനും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി അടുത്ത വീഡിയോ കുട്ടികൾ വന്നതിൻ്റെ ശേഷം ഇടാൻ പറ്റുള്ളൂ. ഊരിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുക്കളയിൽ. ഇനിയും ചുടാനുണ്ട്. പണി നല്ല ധൃതിയിലാണ്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.